Hi dear students, once again welcome back to Spring classes. Today we are going to discuss petty cash book. പെറ്റി ക്യാഷ് ബുക്ക് എന്നുള്ളൊരു ക്യാഷ് ബുക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു വലിയ ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആണ് സാലറി, അതൊരു എക്സ്പെൻസ് ആണ്. സാലറി, അതുപോലെ തന്നെ വേജ്, അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, അതുപോലെ തന്നെ ബാങ്ക് ചാർജ്. ഇതൊക്കെ ഓരോ എക്സ്പെൻസുകളാണ്. ഇൻഷുറൻസ്, ഇതൊക്കെ ബിസിനസ്സിൽ വരുന്ന ഓരോ എക്സ്പെൻസുകളാണ്. അതുപോലെ തന്നെ ട്രാവലിംഗ് എക്സ്പെൻസ്, പോസ്റ്റേജ്, അതുപോലെ തന്നെ കൺവേയൻസ്, കാർട്ടേജ്, ടെലിഫോൺ ചാർജ്, ഇതൊക്കെ ബിസിനസ്സിലെ ഓരോ എക്സ്പെൻസുകളാണ്. അപ്പോൾ ഈ വലിയൊരു ബിസിനസ് ആണെങ്കിൽ എല്ലാ എക്സ്പെൻസുകളും ഒരു കാഷ്യർ തന്നെ നോക്കി നടത്തുക എന്ന് പറയുമ്പോൾ അതിവിടെ വളരെ പ്രയാസമായിരിക്കും. അതൊരു ഡിഫിക്കൽട്ടി പ്രോസസ് ആണ്. അപ്പോൾ എന്താണ് ചെയ്യുക? ഇവിടെ പ്രധാനപ്പെട്ട വലിയ വലിയ എക്സ്പെൻസുകളൊക്കെ, അതൊക്കെ ഒരു ബിസിനസ്സിലെ വളരെ പ്രധാനപ്പെട്ട വലിയ വലിയ എക്സ്പെൻസുകളാണ്. ഈ എക്സ്പെൻസുകളെല്ലാം ആര് നോക്കും? മെയിൻ കാഷ്യർ നോക്കുന്നു. മെയിൻ കാഷ്യർ. കാരണം ഇതൊക്കെ വലിയ വലിയ എക്സ്പെൻസുകളാണ്. ഇപ്പൊ സാലറി, മാസത്തിൽ തൊഴിലാളികളെ ശമ്പളം കൊടുക്കുന്നു, വലിയൊരു എമൗണ്ട് ആയിരിക്കും. അതൊക്കെ ആര് കൊടുക്കും? മെയിൻ കാഷ്യർ കൊടുക്കും. അതേ സ്ഥാനത്ത് ഈ ഒരു എക്സ്പെൻസുകളൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഇതൊക്കെ ട്രാവലിംഗ് എക്സ്പെൻസ്, പോസ്റ്റേജ്, കൺവേയൻസ്, കാർട്ടേജ്, ടെലിഫോൺ എക്സ്പെൻസ്. ഇതൊക്കെ ബിസിനസ്സിലെ ചെറിയ ചെറിയ എക്സ്പെൻസുകളാണ്. ഈ ചെറിയ ചെറിയ എക്സ്പെൻസുകളൊക്കെ ഈ മെയിൻ കാഷ്യർ ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഒരു പ്രയാസമായിട്ട് തീരും. അപ്പൊ എന്താണ് ചെയ്യുക? ഈ മെയിൻ കാഷ്യറെ കീഴിൽ ഒരു പെറ്റി കാഷ്യർ ഉണ്ടായിരിക്കും. പെറ്റി കാഷ്യർ. അപ്പൊ എന്ത് ചെയ്യും? ഒരു മാസത്തിന്റെ തുടക്കത്തിൽ ഈ മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് എന്ത് ചെയ്യും? ഒരു ഫിക്സഡ് എമൗണ്ട് നൽകുന്നു. ഒരു നിശ്ചിത സംഖ്യ നൽകുന്നു. ഫോർ എക്സാമ്പിൾ ഉദാഹരണമാണ് ഒരു 1000 രൂപ. ഒരു മാസം ഇപ്പൊ ജനുവരി 1-ാം തീയതി. ഇപ്പൊ ജനുവരി 1-ന് ഈ മെയിൻ കാഷ്യർ പെറ്റി കാഷ്യറെ 1000 രൂപ ഏൽപ്പിച്ചു. ഇനി എന്ത് ചെയ്യും? ഈ പെറ്റി കാഷ്യർ ഈ 1000 രൂപയിൽ നിന്നും എന്ത് ചെയ്യും? ഈ ചെലവുകളൊക്കെ എന്ത് ചെയ്യും? നോക്കി നടത്തും. ഇപ്പൊ ഒരു പോസ്റ്റേജ് വേണം, അല്ലെങ്കിൽ ഒരു കാർട്ടേജ്, ട്രാവലിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യണം? ഇതൊക്കെ പേയ്മെന്റ് ചെയ്യണം. ഇതെല്ലാം പേയ്മെന്റ് നടത്തുന്നത് ഈ 1000 രൂപയിൽ നിന്നും ആര് ചെലവാക്കും? ഈ പെറ്റി കാഷ്യർ എന്ത് ചെയ്യും? ചെലവാക്കും. ഇങ്ങനെ ഒരു മാസത്തിന്റെ തുടക്കത്തിലോ 6 മാസത്തിന്റെ തുടക്കത്തിലോ എന്ത് ചെയ്യും? ആ ഒരു സമയത്തിലേക്ക്, ആ ഒരു പീരീഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംഖ്യ മെയിൻ കാഷ്യർ പെറ്റി കാഷ്യറെ ഏൽപ്പിക്കുന്നു. അയാൾ ചെറിയ ചെറിയ ചെലവുകളൊക്കെ അദ്ദേഹം എന്ത് ചെയ്യും? അത് നോക്കി നടത്തുന്നു. ഈ ഒരു സിസ്റ്റമാണ് ഈ ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. എന്താണ് വിളിക്കുന്നത്? ഇംപ്രസ്ഡ് സിസ്റ്റം. എന്താണ് വിളിക്കുന്നത്? ഇംപ്രസ്ഡ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഇംപ്രസ്ഡ് സിസ്റ്റം? ഒരു മെയിൻ കാഷ്യർ ഒരു മാസത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു 6 മാസത്തിന്റെ തുടക്കത്തിൽ ഒരു നിശ്ചിത സംഖ്യ പെറ്റി കാഷ്യർ ഏൽപ്പിക്കുന്നു. അയാൾ ആ ബിസിനസ്സിലെ എല്ലാ ചെറിയ ചെറിയ എക്സ്പെൻസുകളും ആ ഒരു നിശ്ചിത സംഖ്യയിൽ നിന്നും അദ്ദേഹം പേയ്മെന്റ് ചെയ്യുന്നു. എന്നിട്ട് ഒരു മാസം തികയുന്ന മുറയ്ക്ക് അദ്ദേഹം ചെലവാക്കിയ ആ ഒരു സംഖ്യയുടെ ഒരു സമ്മറി, അത് അദ്ദേഹം ഈ 1000 രൂപ എങ്ങനെയൊക്കെയാണ് ചെലവാക്കിയത് എന്നുള്ള ഒരു സമ്മറി അത് മെയിൻ കാഷ്യർക്ക് കൈമാറ്റം ചെയ്യുന്നു. വീണ്ടും ഇപ്പൊ ഫെബ്രുവരി ഇപ്പം ജനുവരി 31 ആകുമ്പോൾ ജനുവരി 31 ആകുമ്പോൾ ഈ 1000 രൂപ 1000 രൂപയിൽ എത്ര രൂപ ചെലവാക്കി, അത് ഏതെല്ലാം വകയിലാണ് ചെലവാക്കിയത് എന്നുള്ളൊരു സമ്മറി
ഈ പെറ്റി ക്യാഷ്യർ മെയിൻ ക്യാഷ്യർക്ക് നൽകുന്നു. വീണ്ടും ഫെബ്രുവരി 1 വീണ്ടും ഫെബ്രുവരിയിലേക്കുള്ള ഒരു നിശ്ചിത സംഖ്യ മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് നൽകുന്നു. ആ മാസം കഴിയുമ്പോൾ ആ ക്യാഷ് എങ്ങനെ ചെലവാക്കി എന്നുള്ളൊരു സമ്മറി, ഒരു സമ്മറി സ്റ്റേറ്റ്മെന്റ് അത് മെയിൻ ക്യാഷ്യർക്ക് കൈമാറ്റം ചെയ്യുന്നു. ഈ ഒരു സമ്പ്രദായത്തെ പറയുന്ന പേരാണെന്ത്? ഇംപ്രസ്ഡ് സിസ്റ്റം. മാസത്തിന്റെ തുടക്കത്തിൽ ഒരു നിശ്ചിത സംഖ്യ പെറ്റി ക്യാഷ്യർക്ക് നൽകുന്നു. അദ്ദേഹം അതിൽ നിന്നും ചെറിയ ചെറിയ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യുന്നു. ഇതിന് പറയുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. ഇനി ഇംപ്രസ്ഡ് സിസ്റ്റം പ്രകാരം എന്ത് ചെയ്യും? ഒരു മാസത്തിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്യും? ഒരു ഫിക്സഡ് എമൗണ്ട് നിശ്ചിത സംഖ്യ നൽകും. അതിന് പറയുന്ന പേരാണ് ഇംപ്രസ്ഡ് എമൗണ്ട്. ഇപ്പൊ 1000 രൂപ അല്ല ജനുവരി നൽകിയത്, 1000 രൂപ അത് ഇംപ്രസ്ഡ് എമൗണ്ട് ആണ്. ഇംപ്രസ്ഡ് എമൗണ്ട് അവിടെ രണ്ട് ടേമുകളാണ്, ഇംപ്രസ്ഡ് സിസ്റ്റവും ഇംപ്രസ്ഡ് എമൗണ്ടും. ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലത്തിലൂടെ ഈ ഒരു പെറ്റി ക്യാഷ്, അതിനു മുമ്പ് അതിന്റെ എൻട്രി ഉണ്ട്, ജേണൽ എൻട്രി. നമുക്ക് ഇതിലൊരു 2 എൻട്രികൾ പഠിക്കാനുണ്ട്. എൻട്രികൾ അതായത് പെറ്റി ക്യാഷ്യർക്ക്, ഒരു മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് ആ ഒരു ഇംപ്രസ്ഡ് എമൗണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി ആണെന്ത്? പെറ്റി ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. പെറ്റി ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. പെറ്റി ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഈ എൻട്രി ഒരു മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് ഇംപ്രസ്ഡ് എമൗണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ് പെറ്റി ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇനി എന്ത് ചെയ്യണം? ഒരു പെറ്റി ക്യാഷ്യർ എല്ലാ എക്സ്പെൻസുകളും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു നിശ്ചിത പീരീഡിലെ എല്ലാ എക്സ്പെൻസുകളും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴുള്ള എൻട്രിയാണ് എക്സ്പെൻസ് അക്കൗണ്ട് ലെറ്റർ ടു പെറ്റി ക്യാഷ്. എക്സ്പെൻസ് അക്കൗണ്ട് ലെറ്റർ ടു പെറ്റി ക്യാഷ്. ഇതുമായിട്ടുള്ള 2 എൻട്രികളാണ്. ഒന്ന് എമൗണ്ട്, ഒരു മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് എമൗണ്ട് നൽകുന്ന സമയത്തുള്ള എൻട്രി പെറ്റി ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇതെന്താണ്? ഈ പെറ്റി ക്യാഷ്യർ ആ മാസത്തെ അല്ലെങ്കിൽ ആ ഒരു പീരീഡിലെ മുഴുവൻ എക്സ്പെൻസുകളും മീറ്റ് ചെയ്താൽ അപ്പോഴുള്ള എൻട്രിയാണ് എക്സ്പെൻസ് അക്കൗണ്ട് ലെറ്റർ ടു പെറ്റി ക്യാഷ് അക്കൗണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലത്തിലൂടെ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വിഷയം നമുക്ക് എങ്ങനെയാണ് ഒരു പെറ്റി ക്യാഷ് ബുക്ക്, ഹൗ ടു പ്രിപ്പയർ എ പെറ്റി ക്യാഷ് ബുക്ക് എന്നുള്ളത് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലത്തിലൂടെ വിശദമായിട്ട് പഠിക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു. എൻ്റർ ദ ഫോളോവിങ് ട്രാൻസാക്ഷൻ ഇൻ ദ പെറ്റി ക്യാഷ് ബുക്ക് ബ്രാക്കറ്റിൽ ഇംപ്രസ്ഡ് സിസ്റ്റം ഫോർ ദി മന്ത് ഓഫ് ജൂലൈ 2004. അതായത് ജൂലൈ 2004 ജൂലൈ മാസത്തിലെ പെറ്റി ക്യാഷ് ബുക്ക് താഴെ നൽകിയിരിക്കുന്ന ട്രാൻസാക്ഷനിൽ നിന്നും പെറ്റി ക്യാഷ് ബുക്കിലേക്ക് എൻ്റർ ചെയ്യാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഇത് ഇംപ്രസ്ഡ് സിസ്റ്റം പ്രകാരമാണ് എൻ്റർ ചെയ്യേണ്ടത്. ജൂലൈ 1 ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ ചീഫ് ക്യാഷ്യർ 200. ജൂലൈ 2 ഇനി മുതൽ ഓരോ എക്സ്പെൻസുകളാണ്. ടൈപ്പിംഗ് പേപ്പർ 8 രൂപ, പോസ്റ്റേജ് 4 രൂപ, ഓഫീസ് ക്ലീനിങ് 4 രൂപ. ജൂലൈ 8 ഓഫീസ് ക്ലീനിങ് 2 രൂപ, കാർട്ടേജ് 2 രൂപ, പോസ്റ്റേജ് 2 രൂപ, ഇങ്ക് ആൻഡ് ടൈപ്പിംഗ് പേപ്പർ 6 രൂപ, ടൈപ്പിംഗ് റിബൺ 10 രൂപ, ടെലിഫോൺ ചാർജ് 9 രൂപ, ഓഫീസ് ക്ലീനിങ് 8 രൂപ, നെയിൽ ആൻഡ് പോളിഷിംഗ് എക്സെട്ര 21 രൂപ, ടെലഗ്രാംസ് 24 രൂപ, പേപ്പർ പെൻസിൽ പെൻ എക്സെട്ര 31 രൂപ. ഇതൊക്കെ ഇവിടെ എക്സ്പെൻസുകൾ നിങ്ങൾ നോക്കുക, ഒക്കെ ചെറിയ ചെറിയ എക്സ്പെൻസുകളാണ്. ഈ എക്സ്പെൻസുകളാണെന്ത്? ഈ 200 രൂപയിൽ നിന്നാണ് ഈ എക്സ്പെൻസുകളൊക്കെ അദ്ദേഹം പേയ്മെൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ മാസം അവസാനിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് ചീഫ് ക്യാഷ്യർക്ക് അല്ലെങ്കിൽ മെയിൻ ക്യാഷ്യർക്ക് കൈമാറുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം. സ്റ്റുഡൻസ്, ഇവിടെ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്.
ഒരു പെറ്റി ക്യാഷ് ബുക്കിന് ബേസിക്കലി 5 കോളംസ് ആണ്. ഒന്നാമത്തെ കോളമാണ് എമൗണ്ട് റിസീവ്ഡ്, ഡേറ്റ് കോളം, പെർട്ടിക്കുലേഴ്സ് കോളം, വൗച്ചർ നമ്പർ, ടോട്ടൽ പേയ്മെന്റ്. ഇങ്ങനെ ബേസിക്കലി 5 കോളംസ് ആണ് ഒരു പെറ്റി ക്യാഷ് ബുക്കിനുള്ളത്. ഇത് ഫസ്റ്റ് കോളം, ഫസ്റ്റ് എന്നാണ് നമ്മൾ ട്രാൻസാക്ഷൻ വായിക്കാൻ പോവുകയാണ്. 2004 ജൂലൈ 2004 ജൂലൈ 1 ജൂലൈ 1 ഡേറ്റ് എന്താണ്? 2004 ജൂലൈ 1. 2004 ജൂലൈ 1 ഫസ്റ്റ് എന്ത് ചെയ്യുക? ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുക. എന്താണ് ട്രാൻസാക്ഷൻ? ക്യാഷ് റിസീവ്ഡ് ഫ്രം ചീഫ് ക്യാഷ്യർ. ഇപ്പൊ ചീഫ് ക്യാഷ്യർ പറഞ്ഞാൽ മെയിൻ ക്യാഷ്യർ ആണ്. ഇപ്പൊ ചീഫ് ക്യാഷ്യറിൽ നിന്നും ജൂലൈ 1 ക്യാഷ് ലഭിച്ചു. അത് എത്രയാണ്? 200 ആണ്. ഈ മെയിൻ ക്യാഷ്യർ അല്ലെങ്കിൽ ഒരു ചീഫ് ക്യാഷ്യറിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു എമൗണ്ടിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് വിളിക്കുന്നത്. ഈ ഇംപ്രസ്ഡ് എമൗണ്ട് എഴുതേണ്ടത് എമൗണ്ട് റിസീവ്ഡ് എന്ന കോളത്തിലാണ്. 200 മനസ്സിലായല്ലോ? എമൗണ്ട് റിസീവ്ഡ് എന്ന കോളത്തിലാണ് ഇംപ്രസ്ഡ് എമൗണ്ട് മെയിൻ ക്യാഷ്യർ ഒരു പെറ്റി ക്യാഷ്യർക്ക് നൽകുന്ന എമൗണ്ട് എഴുതേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇതാണ്. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. 2004 ജൂലൈ 1 എമൗണ്ട് റിസീവ്ഡ് 200. ഇനി ശ്രദ്ധിക്കുക, രണ്ടാമത്തേതാണെന്ത്? ടൈപ്പിംഗ് പേപ്പർ. രണ്ടാമത്തെ മീൻസ് ജൂലൈ 2 എന്താണ്? ടൈപ്പിംഗ് പേപ്പർ. അതൊക്കെ ഓരോ എക്സ്പെൻസുകളാണ്. ആ ഒരു പെറ്റി ക്യാഷ്യർക്ക് വരുന്ന ചെലവുകളാണ്. ഇനി നമ്മൾ ഓരോന്ന് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈപ്പിംഗ് പേപ്പർ. ഇപ്പോൾ ടൈപ്പിംഗ് പേപ്പർ ആണ് ജൂലൈ 2 വരുന്ന ആ ഒരു എക്സ്പെൻസ്. എമൗണ്ട് എത്രയാണ്? 8 രൂപ. എമൗണ്ട് വരുന്നത് 8 രൂപയാണ്. ഇനി എന്ത് ചെയ്യണം? ഇപ്പൊ ടൈപ്പിംഗ് പേപ്പർ അല്ലേ, ഇതെന്താണ്? ഒരു സ്റ്റേഷനറി ഐറ്റം ആണ്. ടൈപ്പിംഗ് പേപ്പർ എന്താണ്? അതൊരു സ്റ്റേഷനറി ഐറ്റം ആണ്. ഇവിടെ എന്ത് ചെയ്യാം? സ്റ്റേഷനറി ഐറ്റത്തിന് ഒരു സെപ്പറേറ്റ് കോളം കൊടുക്കുകയാണ്. സ്റ്റേഷനറിക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് കോളം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. സ്റ്റേഷനറി 8 രൂപ. അപ്പൊ എന്ത് ചെയ്യണം? ഈ ടൈപ്പിംഗ് പേപ്പർ എന്നുള്ളത് സ്റ്റേഷനറിയിൽ ഉൾപ്പെടുന്ന ഒരു ഐറ്റം ആണ്. അതുകൊണ്ട് സ്റ്റേഷനറിക്ക് ഇവിടെ സെപ്പറേറ്റ് കോളം കൊടുത്തു. അപ്പോൾ ഈ 8 രൂപയാണ്. ടോട്ടൽ എമൗണ്ട് 8 രൂപയാണ്. ഇപ്പൊ ടോട്ടൽ എമൗണ്ട് കോളത്തിലും വരണം. ഈ ഒരു പ്രത്യേകമായിട്ട് സ്റ്റേഷനറിക്ക് ഒരു കോളം കൊടുത്തു. അതിലെന്ത് ചെയ്യണം? 8 രൂപ വരേണ്ടതാണ്. ഈ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും? ഇത് നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാകും. രണ്ടാമത്തേതാണെന്ത്? പോസ്റ്റേജ്. സോറി, ജൂലൈ 3 അതായത് രണ്ടാമത്തെ എക്സ്പെൻസ് വരുന്നത് ജൂലൈ 3 ആണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഇത് പോസ്റ്റേജ് അല്ലേ? അപ്പൊ പോസ്റ്റേജിന് എന്ത് ചെയ്യണം? ഇവിടെ സെപ്പറേറ്റ് നമ്മൾ കോളം കൊടുക്കണം. പോസ്റ്റേജ്. ഇവിടെ എന്ത് ചെയ്യാം? പോസ്റ്റേജ്. പോസ്റ്റേജിന് സെപ്പറേറ്റ് കോളം കൊടുത്തു. എന്ത് ചെയ്യാം? പോസ്റ്റേജ് 8 രൂപ. 8 രൂപയാണോ? സോറി, 4 രൂപ. പോസ്റ്റേജ് 4 രൂപ. അപ്പൊ എന്ത് ചെയ്യണം? ഈ പോസ്റ്റേജിന്റെ എമൗണ്ട് പോസ്റ്റേജിന്റെ കോളത്തിലും എഴുതണം. അതുപോലെ തന്നെ ടോട്ടൽ പേയ്മെന്റ് കോളത്തിൽ എന്ത് ചെയ്യണം? അത് റെക്കോർഡ് ചെയ്യണം. പോസ്റ്റേജ് 4 രൂപ ഇവിടെ എഴുതി. പോസ്റ്റേജ് കോളത്തിൽ 4 രൂപ റെക്കോർഡ് ചെയ്തു. ഓരോ ഐറ്റത്തിനും എന്ത് ചെയ്യണം? നമുക്ക് സെപ്പറേറ്റ് കോളംസ്. എത്ര ഐറ്റംസ് ആണോ ഉള്ളത്? ചിലപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് എണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒരു കോളത്തിൽ തന്നെ 2 ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്താം. ഇവിടെ സ്റ്റേഷനറി. ഇപ്പോൾ ടൈപ്പിംഗ് പേപ്പർ ഒക്കെ സ്റ്റേഷനറി ഐറ്റം ആണ്. ഇവിടെ പോസ്റ്റേജ് 4 രൂപ. ഇനി ജൂലൈ 6 ജൂലൈ 6 എന്താണ്? ഓഫീസ് ക്ലീനിങ്. ഇതിനെന്താണ്? ഞാനിവിടെ ഒരു സെപ്പറേറ്റ് കോളം കൊടുക്കുന്നു. ഓഫീസ് എക്സ്പെൻസ്. ഓഫീസ് എക്സ്പെൻസ് എന്നുള്ളൊരു സെപ്പറേറ്റ് കോളം. ഓഫീസ് എക്സ്പെൻസ് എന്നാണ്. ഓഫീസ് എക്സ്പെൻസ് എന്നാണ് ചെറുതായിട്ടാണ് എഴുതിയത്. ഓഫീസ് എക്സ്പെൻസ്. ഓഫീസ് ക്ലീനിങ് എമൗണ്ട് എത്രയാണ്? അതൊന്നാണ്
ഓഫീസ് ക്ലീനിങ് 4 രൂപ. ഇതൊന്നാണ് 4 രൂപയാണ്. നേരെ എന്ത് ചെയ്യുക, 4 രൂപ. അതായത് ഇവിടെ എഴുതിയതിൻ്റെ നേരെ എന്ത് ചെയ്യുക, 4 രൂപ എന്ന് എഴുതാം. ഓഫീസ് എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കറസ്പോണ്ടിങ് എമൗണ്ട് ടോട്ടൽ എമൗണ്ട് കുളത്തിലേക്ക് എഴുതുക 4 രൂപ. അപ്പോൾ എന്ത് ചെയ്യണം, ഓരോ എമൗണ്ട് 2 കോളത്തിൽ വരണം. ഒന്ന് അതിന്റെ സെപ്പറേറ്റ് കോളത്തിൽ ടോട്ടൽ പേയ്മെന്റ് കോളത്തിലും, ടോട്ടൽ പേയ്മെന്റ് കോളത്തിൽ എല്ലാ എമൗണ്ടും വരേണ്ടതാണ്. നെക്സ്റ്റ് ആണെന്ത്, വീണ്ടും എന്താണ് 7-ാം തീയതി പോസ്റ്റേജ്, ജൂലൈ 7 പോസ്റ്റേജ്. പോസ്റ്റേജിന് എന്താണ് ഓൾറെഡി ഒരു കോളം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും എന്താണ് ഒരു കോളം നൽകേണ്ട ആവശ്യമില്ല. പോസ്റ്റേജ് എമൗണ്ട് എത്രയാണ്, 2 രൂപ. പോസ്റ്റേജ് 2 രൂപ. 2 രൂപ. ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്യണം, ടോട്ടൽ പേയ്മെന്റ് കോളത്തിലും ഇവിടെ 2 രൂപ നൽകുക. ഈ 7-ാം തീയതി റെക്കോർഡ്. ഇനി 8-ാം തീയതി ആണ് ഓഫീസ് ക്ലീനിങ്. വീണ്ടും എന്താണ് ജൂലൈ 8 ഓഫീസ് ക്ലീനിങ്. ഓഫീസ് ക്ലീനിങ്. അപ്പൊ എന്താണ് ഇവിടെ ഓഫീസ് എക്സ്പെൻസ് ഒരു കോളല്ലേ, അതിലേക്ക് എന്ത് ചെയ്യാം, അതിന്റെ എമൗണ്ട് എഴുതാം. എമൗണ്ട് എത്രയാണ്, 2 രൂപ. അപ്പൊ എന്ത് ചെയ്യാം, ഓഫീസ് ക്ലീനിങ് നേരെ 2 രൂപ. ഇവിടെ എന്താണ് നേരെ 2 രൂപ. ക്ലിയർ ആയല്ലോ. ഓഫീസ് ക്ലീനിങ്, ഓഫീസ് എക്സ്പെൻസിലാണ് നമ്മൾ ഓഫീസ് ക്ലീനിങ് ഉൾപ്പെടുത്തിയത്. ഇനി അതുപോലെ തന്നെ എന്താണ്, ഇനി 10-ാം തീയതി. 10-ാം തീയതി എന്താണ്, കാർട്ടേജ് ആണ്. 10 കാർട്ടേജ്. കാർട്ടേജ് 10-ാം തീയതി ആണെന്ത്, കാർട്ടേജ്. കാർട്ടേജ് എമൗണ്ട് എത്രയാണ്, അതും 2 രൂപയാണ്. 2 രൂപ. അപ്പോൾ കാർട്ടേജിന് എന്താണ് ഇവിടെ സ്പേസ് ഉണ്ടോ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്കൊരു സെപ്പറേറ്റ് കോളം കൊടുക്കാം. കാർട്ടേജ്. കാർട്ടേജ് സെപ്പറേറ്റ് എന്നാണ് കോളം കൊടുത്തു. കാർട്ടേജ് എമൗണ്ട് എത്രയാണ്, കാർട്ടേജ് 2 രൂപ. കാർട്ടേജ് 2 രൂപ. അപ്പൊ എന്ത് ചെയ്യണം, ഈ സെപ്പറേറ്റ് കോളത്തിലും എമൗണ്ട് എഴുതണം, ഇവിടെ എന്ത് ചെയ്യണം, എമൗണ്ട് എഴുതണം. 2 രൂപ. കാർട്ടേജ് 2 രൂപ. ഇനി 15-ാം തീയതി ജൂലൈ 15. ജൂലൈ 15 നിന്നാണ് പോസ്റ്റേജ് ആണ് എക്സ്പെൻസ്. വീണ്ടും പോസ്റ്റേജ്. പോസ്റ്റേജ് എമൗണ്ട് എത്രയാണ്, 6 രൂപയാണ്. പോസ്റ്റേജ് 6 രൂപ. പോസ്റ്റേജിന് എന്ത് ചെയ്യാം, 6 രൂപ എന്ന് എഴുതുക. 6 രൂപ. ഇവിടെയും 6 രൂപ. പോസ്റ്റേജിൽ 6 രൂപ. പോസ്റ്റേജിന്റെ കോളത്തിൽ എന്താണ് 6 രൂപ എന്ന് റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ് ആണെന്ത്, 18. ജൂലൈ 18 ആണ്. ജൂലൈ 18 എന്താണ് എക്സ്പെൻസ്, ഇങ്ക് ആൻഡ് ടൈപ്പിംഗ് പേപ്പർ. ഇങ്ക് ആൻഡ് ടൈപ്പിംഗ് പേപ്പർ. ഇങ്ക് ആൻഡ് ടൈപ്പിംഗ് പേപ്പർ. ഇങ്ക് ആൻഡ് ടൈപ്പിംഗ് പേപ്പർ ഇത് എന്ത് ഐറ്റം ആണ്, ഇതൊരു സ്റ്റേഷനറി ഐറ്റം ആണ്. എമൗണ്ട് എന്ത് ചെയ്യാം, സ്റ്റേഷനറിയിലേക്ക് എഴുതാം. 13 രൂപയാണ്. 13 രൂപ. സ്റ്റേഷനറി എന്താണ് 13 രൂപ. ഇവിടെയും 13 രൂപ. എല്ലാ എമൗണ്ട് എന്ത് ചെയ്യും, 2 കോളത്തിൽ വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ എക്സ്പെൻസിനും സെപ്പറേറ്റ് കോളംസ് വേണമെന്നും നിങ്ങൾ മനസ്സിലാക്കണം. എത്ര എക്സ്പെൻസ് കോളം വേണം ചോദിച്ചാൽ അത് ക്വസ്റ്റ്യൻ അനുസരിച്ചാണ്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഐഡിയപരമായിട്ട് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതാം. ഇനി എന്താണ് ജൂലൈ 19 ടൈപ്പ് റൈറ്റർ റിബൺ. ജൂലൈ 19 ആണ് ടൈപ്പ് റൈറ്റർ റിബൺ. ടൈപ്പ് റൈറ്റർ റിബൺ. ടൈപ്പ് റൈറ്റർ റിബൺ എമൗണ്ട് എത്രയാണ്, ടൈപ്പ് റൈറ്റർ റിബൺ 10 രൂപ. അപ്പം അതെന്ത് ചെയ്യാം, നമുക്ക് സ്റ്റേഷനറിയിൽ ഉൾപ്പെടുത്താം. 10 രൂപ. ടൈപ്പ് റൈറ്റർ റിബൺ അല്ലേ, ഒരു സ്റ്റേഷനറി ഐറ്റം ആണ്. ടോട്ടൽ പേയ്മെന്റ് കോളത്തിലും 10 രൂപ. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ജൂലൈ 22 ടെലിഫോൺ ചാർജ്. ജൂലൈ 22 ടെലിഫോൺ ചാർജ്. ടെലിഫോൺ ചാർജ്. അപ്പോൾ ടെലിഫോൺ ചാർജ് എമൗണ്ട് എത്രയാണ്, ടെലിഫോൺ ചാർജ് എമൗണ്ട് 9 രൂപ.
അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമുക്കൊരു ടെലിഫോൺ എക്സ്പെൻസ് ഇവിടെ എന്ത് ചെയ്യാം, ടെലിഫോൺ എക്സ്പെൻസ് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ടെലിഫോൺ എക്സ്പെൻസ് കൊടുക്കാം. ടെലിഫോൺ ചാർജ് എമൗണ്ട് എത്രയാണ്, ടെലിഫോൺ ചാർജ് 9 രൂപ. നെക്സ്റ്റ് ജൂലൈ 24 ഓഫീസ് ക്ലീനിങ്. ഓഫീസ് ക്ലീനിങ് എന്നതാണ് ഇവിടെ ഒരു ഓഫീസ് എക്സ്പെൻസ് സെപ്പറേറ്റ് കോളം ഉണ്ട്. എമൗണ്ട് എത്രയാണ്, 8 രൂപ. ഓഫീസ് ക്ലീനിങ് 8 രൂപ. ടോട്ടൽ എമൗണ്ട് കോളത്തിൽ എത്രയാണ്, ഇവിടെ 9 രൂപ എഴുതിയിട്ടില്ല, 8 രൂപ. അതായത് ഈ ഒരു ടോട്ടൽ എമൗണ്ട് കോളത്തിലേക്ക് എല്ലാം എന്താണ് വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് ജൂലൈ 26 നെയിൽസ്, പോളിഷ് എക്സെട്ര. ജൂലൈ 26 നെയിൽസ് പോളിഷ് എക്സെട്ര. എമൗണ്ട് എത്രയാണ്, 21 രൂപ. നെയിൽസ് പോളിഷ് എത്രയാണ്, 21 രൂപയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ എന്താണ് സ്റ്റേഷനറിയിൽ ഉൾപ്പെടുത്താം, 21 രൂപ. അല്ലെങ്കിൽ എന്താണ് നമുക്കതൊരു മിസ്ലേനിയസ് എക്സ്പെൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അതായത് ഒരു കോളംസ് കൂടി കൊടുക്കാം, മിസ്ലേനിയസ് എക്സ്പെൻസ്. അപ്പോൾ മിസ്ലേനിയസ് എക്സ്പെൻസ് എന്നുള്ളൊരു കോളം കൊടുത്തു. അതിലേക്ക് എന്ത് ചെയ്യാം, 21. അതായത് ഈ എക്സ്പെൻസിലൊന്നും പെടാത്ത മറ്റ് ഐറ്റംസ് ഇല്ലേ, വേറിട്ട് നിൽക്കുന്ന ഐറ്റംസ്, അതാണ് മിസ്ലേനിയസ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, പലവക എക്സ്പെൻസ്. ഈ നെക്സ്റ്റ് ആണെന്ത്, 27-ാം തീയതി ടെലഗ്രാം. 27 ടെലഗ്രാം. ടെലഗ്രാമിന് എന്താണ് ഇവിടെ ടെലിഫോണിൽ എന്ത് ചെയ്യാം, ഈ ടെലഗ്രാം എമൗണ്ട് എത്രയാണ്, 24 രൂപ. 24 രൂപ പോസ്റ്റേജിൽ ഉൾപ്പെടുത്താം. അതായത് ടെലഗ്രാം 24 രൂപ, അത് പോസ്റ്റേജിൽ എന്നാണ് ഉൾപ്പെടുത്തുന്നു. അതായത് പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എന്ന് കൊടുത്താൽ മതി. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എന്നുള്ള കോളമാണ്, അത് 24. ഇവിടെ എന്താണ് 24 റുപ്പീസ് കൊടുത്തു. അതുപോലെ തന്നെ എന്താണ് 29 പേപ്പർ പെൻസിൽ പെൻ. 29 പേപ്പർ പെൻസിൽ പെൻ. പേപ്പർ പെൻസിൽ പെൻ എമൗണ്ട് എത്രയാണ്, 29. അതെന്ത് ചെയ്യാം, പേപ്പർ പെൻസിലൊക്കെ നമുക്ക് സ്റ്റേഷനറിയിൽ ഉൾപ്പെടുത്താം. 29 എമൗണ്ട് 31 റുപ്പീസ് ആണ് കേട്ടോ, 31 രൂപയാണ്. 31 ഇവിടെ എന്താണ് 31. ഇങ്ങനെയാണ് എമൗണ്ട് വരുന്നത്. അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങളിങ്ങനെ നേരെ ഒരു ടോട്ടൽ ചെയ്യാം. എന്ത് ചെയ്യാം, ഓരോ കോളം എന്ത് ചെയ്യണം, നിങ്ങൾ ടോട്ടൽ ചെയ്യണം. ഈ ഫസ്റ്റ് ടോട്ടൽ പേയ്മെന്റ് കോളം എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 144 രൂപ എന്ന് കിട്ടും. 144 രൂപ. ഇനി എന്താണ്, നമുക്ക് ഓരോ ഐറ്റംസ് എന്ത് ചെയ്യാം, സ്റ്റേഷനറി ഇത് മൊത്തം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 62 രൂപ എന്ന് കിട്ടും. 62 രൂപ. അതുപോലെ തന്നെ 36 രൂപ. അതുപോലെ തന്നെ എന്താണ് ഓഫീസ് എക്സ്പെൻസ് 14 രൂപ. അതുപോലെ തന്നെ എന്താണ് ഇവിടെ നിന്നാണ് 2 രൂപ. ഇവിടെ 9 രൂപ. ഇവിടെ 21 രൂപ. ഇങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് ലഭിക്കും. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ സെപ്പറേറ്റ് കോളല്ലേ, ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കോളം, ഓരോ എക്സ്പെൻസിലുള്ള കോളം, അത് മാത്രം എന്ത് ചെയ്യാം, നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് എന്താണ് ഈ 144 രൂപ, ഈ 144 രൂപ അതായത് 200 രൂപ അല്ലേ, ഈ മാസം ആകെ നൽകിയത് 200 രൂപയാണ്. ഈ 200 രൂപയിൽ നിന്നും 144 രൂപ എന്താണ് പെറ്റി ക്യാഷിൽ എന്താണ് സ്പെൻഡ് ചെയ്തു, ചെലവാക്കി. അപ്പോൾ ഈ ബാക്കി എത്ര എമൗണ്ട് ഉണ്ടാകും, ഈ 146 രൂപയിൽ നിന്നും, അതായത് 200 രൂപയിൽ നിന്നും
ഈ 144 രൂപ എന്ത് ചെയ്യുക, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്കി എത്ര എമൗണ്ട് ഉണ്ടാകും? 56 രൂപ ഉണ്ടായിരിക്കും. അപ്പോൾ ബാക്കി വരുന്ന എമൗണ്ട് എത്രയാണ്? 56 രൂപ. അപ്പോൾ 56 രൂപയാണ് ഇനി ബാക്കി ഉണ്ടാവുക. അതാണെന്ത്, ആ മാസം 31 ബാലൻസ് ക്യാരി ഡൗൺ. ആ മാസം എന്താണ്, 31-ാം തീയതി, അതായത് ആ മാസത്തെ ലാസ്റ്റ് ദിവസം ഉള്ള എമൗണ്ട് ആണ് ബാലൻസ് ക്യാരി ഡൗൺ. അതായത് ഇനി എന്താണ്, ബിസിനസ്സിൽ എത്ര ബാക്കിയുണ്ട്? 56 രൂപ ഇനിയും പെറ്റി ക്യാഷിന്റെ കയ്യിൽ ബാക്കിയാണ്. അതാണ് ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് C/D. ഇനി ബാലൻസ് ക്യാരി ഡൗൺ 56 രൂപ. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ്, 200 രൂപ എന്ത് ചെയ്യാം, ഇവിടെ ടോട്ടൽ ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം, ആകെ 200 രൂപ അല്ലേ? 200 രൂപ ടോട്ടൽ ചെയ്തു. ഇനി അതിലെന്താണ് ബാക്കി വരുന്നത്, അതായത് ഈ 200 രൂപ ഇവിടെ ടോട്ടൽ ചെയ്തു. 200 രൂപ എന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്തു. ഇവിടെ എന്താണ്, 200 രൂപ ടോട്ടൽ ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇവിടെ 200 രൂപ, ഇവിടെ 200 ആണ്. 144 പ്ലസ് 56 200. ഇവിടെ നിന്നാണ് ടോട്ടൽ 200. ഇനി എമൗണ്ട് എന്ത് ചെയ്യണം, ഈ ബാക്കി വരുന്ന എമൗണ്ടില്ലേ അടുത്ത മാസം, അടുത്ത മാസത്തേക്ക് എന്ത് ചെയ്യണം, അത് ബ്രോഡ് ഓൺ ചെയ്യണം. ഇത്രയുമാണ് ഒരു പെറ്റി ക്യാഷ് ബുക്ക്.